ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് വിവിധ എപ്പിസോഡുകളിലായി നമ്മൾ പഠന വിഷയമാക്കിയത്. കഴിഞ്ഞ എപ്പിസോഡിൽ ക്രൂശ് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, വിശ്വസിക്കുന്ന നമുക്കോ അത് ശക്തിയുമായി തീരുന്നു എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതായ ദൈവത്തിൻ്റെ കൃപയും കരുതലുമാണത്. കുരിശിൻ്റെ സന്ദേശം നാശോന്മുഖർക്ക് ഭോഷത്വമാകുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടവരായി നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. അവിടെ തന്നെ തിരുവചനം ഇപ്രകാരം പറയുന്നു: ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, പണ്ഡിതന്മാരുടെ പാണ്ഡിത്യം ദുർബലമാക്കുകയും ചെയ്യും. അപ്പോൾ ജ്ഞാനി എവിടെ? പണ്ഡിതൻ എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലൗകിക ജ്ഞാനം ഭോഷത്വമെന്ന് ദൈവം വ്യക്തമാക്കിയിരിക്കുന്നു. തങ്ങളുടെ ജ്ഞാനം മുഖേന മനുഷ്യർക്ക് ദൈവത്തെ അറിയുവാൻ സാധ്യമല്ല. ദൈവമാണ് തൻ്റെ ജ്ഞാനത്താൽ മനുഷ്യന് അത് അസാധ്യമാക്കി തീർത്തത്. മറിച്ച് ഭോഷത്വമെന്ന് പറയപ്പെടുന്നതും ഞങ്ങൾ പ്രശംസിക്കുന്നതുമായ സുവിശേഷം മുഖേന വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം തിരുമനസ്സായി. അപ്പോൾ ക്രൂശിനെക്കുറിച്ചുള്ള പ്രശംസയാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു എന്ന് പറയുന്നു. യഹൂദന്മാരുടെ വിശ്വാസമാണത്. എന്നാൽ ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ കുരിശുമരണം ഏറ്റവും അനുഗ്രഹകരമായ ഒന്നാണ്. അതുകൊണ്ടാണ് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാണെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ യഹൂദന്മാരുടെ ഇടയിലും തങ്ങളുടെ ജ്ഞാനമാണ് എല്ലാത്തിലും തികവുള്ളത് എന്നുള്ള യവനന്മാരുടെ ചിന്താഗതിയും അവർക്ക് ക്രൂശിൻ്റെ വചനം ഭോഷത്വമായി തീർന്നു. എന്നാൽ വിശ്വാസികൾക്കാകട്ടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദു ക്രൂശും ക്രൂശിതനായ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമാണ്. അത് ഓരോ വിശ്വാസിയുടെയും രക്ഷയുടെ അനുഭവമാണ്. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗമാണ് 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ ധ്യാനത്തിനായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ അവിടെ പൗലോസ്ലീഹ ഇപ്രകാരമാണ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെപ്പറ്റി ചിന്തിക്കുവിൻ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെപ്പറ്റി ചിന്തിക്കുവിൻ. ലൗകികമായ മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ വിജ്ഞാനികൾ അധികമില്ല. ശക്തരോ കുലീനരോ നിങ്ങളിൽ അധികമില്ല. എന്നാൽ വിജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായിരുന്നവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തരെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായിരുന്നതിനെയും നിന്ദ്യമായിരുന്നതിനെയും ഒന്നുമല്ലാത്തവരെയും താൻ തെരഞ്ഞെടുത്തു. ഇത് ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയത്രേ. ദൈവത്തിൻ്റെ പ്രവർത്തനത്താലാണ് നിങ്ങൾ ക്രിസ്തുയേശുവിനോടുള്ള ഐക്യതയിലേക്ക് വന്നിരിക്കുന്നത്.
ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമായി തീരുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തു മൂലം നാം ദൈവം മുൻപാകെ കുറ്റമറ്റവരായി തീരുന്നതിനും ദൈവത്തിൻ്റെ ജനവുമായി തീരും. അവിടുന്ന് നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ഇതാണ് നാം ഇന്നത്തെ ചിന്തയ്ക്കായി കൊരിന്ത്യർ ലേഖനം 1 അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടത്. മനുഷ്യരുടെ മാനദണ്ഡമല്ല ദൈവത്തിൻ്റെ മാനദണ്ഡം. ദൈവം ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവം അകമേ ഉള്ളത് നോക്കുന്നു. ദൈവം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തെ ശോധന ചെയ്യുന്നു. എൻ്റെ നിലവുകളെയും എൻ്റെ ആലോചനകളെയും എല്ലാം ദൈവം കാണുന്നു. അതുകൊണ്ട് മാനുഷികമായ ചിന്തയ്ക്കും മനുഷ്യൻ്റെ ജ്ഞാനത്തിനും മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിനും അതീതമാണ് ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ പദ്ധതിയും. മനുഷ്യരുടെ തിരഞ്ഞെടുപ്പ് ഏറ്റവും നല്ലതിനെയാണ്. മനുഷ്യരുടെ തിരഞ്ഞെടുപ്പ് കൂടുതൽ ബുദ്ധിയാണ്, കൂടുതൽ ശക്തിയാണ്. അവരെ വിജയത്തിലേക്ക് നയിക്കുവാൻ ആവശ്യമായ ഘടകങ്ങളെയാണ് മനുഷ്യർ കൂടെ കൂട്ടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മാനദണ്ഡം ലോകത്തിലെ മാനദണ്ഡത്തിന് ഉപരിയാണ്. ലോകത്തിലെ ജ്ഞാനം ഈ ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഭോഷത്വമായതിനെയാണ് തിരഞ്ഞെടുത്തത്. ജന്മപ്പെരുന്നാളിൽ ആരാധനാ ഗീതത്തിൽ ഇപ്രകാരപ്പെട്ട്, ചെറുതായോനാം വലിയവനെ താനേ മാനവനായോനേ. ചെറുതായോനാം വലിയവൻ, താനേ മാനവനായവൻ. സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ സ്വരൂപമായിരിക്കെ, ത്രിയേക ദൈവത്തിൻ്റെ സ്വരൂപമായിരിക്കെ, ആ സ്വരൂപത്തിൽ തന്നെ ഇരിക്കാതെ ആ വലിയവനായ ദൈവം ചെറിയവനായി തീർന്നു. ചെറുതായോനാം വലിയവൻ. മനുഷ്യർ ചെറിയവർ വലിയവരാവാൻ ഭാവിക്കുമ്പോൾ, മനുഷ്യർ ഉന്നതരാവാൻ ഭാവിക്കുമ്പോൾ, ദൈവം ഔന്നത്യത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. ദൈവമായിരുന്നവൻ മനുഷ്യനായി തീർന്നു. ദൈവമായിരുന്നവൻ ദാസന്റെ രൂപമെടുത്തു. എൻ്റെ കാലുകൾ കഴുകപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ എൻ്റെ കാലുകളെ കഴുകുന്ന ദാസനായി തീർന്നു. ഇതാണ് ലോകത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിൻ്റെ മാനദണ്ഡവും ദൈവത്തിൻ്റെ മാനദണ്ഡവും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ശ്രേഷ്ഠമായത് തിരഞ്ഞെടുത്ത് ഞാൻ വലിയവനാവാൻ ആഗ്രഹിക്കുമ്പോൾ, ശ്രേഷ്ഠമായിരുന്ന പദവിയിൽ നിന്നും ഹീനമായതിനെ തിരഞ്ഞെടുത്ത് ചെറിയവനാവാൻ ഇറങ്ങി വന്ന ദൈവം, അവൻ കന്യകയായ ഒരു ബാലികയുടെ ഉള്ളിൽ വസിച്ചു. ലോകത്തിന് മുഴുവൻ ദാഹം തീർക്കുന്നവൻ, ലോകത്തിന് മുഴുവൻ വിശപ്പടക്കുന്നവൻ ഒരമ്മയുടെ മുലപ്പാലിൽ നിന്ന് വിശപ്പടക്കി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടികർത്താവായ ദൈവം കേവലം ഒരു സൃഷ്ടിയായ അമ്മയുടെ ഉദരത്തിൽ വളർന്നു. ആ അമ്മയുടെ പാൽ കുടിച്ചു. അവൻ ജനിച്ചു വീണത് കാലി തൊഴുത്തിലാണ്. സ്വർഗത്തിൽ വസിക്കുന്നവനും ലോകം മുഴുവനും സൃഷ്ടിച്ചവനും
ലോകത്തെ മുഴുവനും പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമായ സർവസൃഷ്ടാവായ ദൈവം ജനിച്ചു വീണത് കൊട്ടാരത്തിലല്ല. അവൻ ഹീനമായത് തിരഞ്ഞെടുത്തു. കാലിത്തൊഴുത്തിൽ അവൻ ജനിച്ചു. അവൻ ശ്രേഷ്ഠതയിൽ വസിക്കുവാനല്ല ആഗ്രഹിച്ചത്. അവൻ വിജാതികളോടും പാപികളോടും ഒക്കെയും അവൻ സംസാരിച്ചു. തൊടലും തീണ്ടലും ഒക്കെ നടമാടിയിരുന്ന ഒരു സമൂഹത്തിൽ തൊട്ടുകൂടാത്തവനെയും തീണ്ടിക്കൂടാത്തവനെയും തോളോട് തോൾ ചേർത്ത് അവനെ തൊട്ട് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. പാപികളുടെ അടുക്കിലേക്ക് അവൻ ഇറങ്ങിച്ചെന്ന് അവരെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞതിനെ ചേർത്ത് പിടിക്കുവാനായിട്ട് ലോകരക്ഷിതാവായ ക്രിസ്തു താഴ്മയിലേക്ക് ഇറങ്ങി വന്നു. ഇതാണ് ദൈവത്തിൻ്റെ മാനദണ്ഡം. അവൻ തിരഞ്ഞെടുത്തത് പണ്ഡിതന്മാരെയല്ല. അവൻ്റെ ശിഷ്യന്മാർ മീൻപിടുത്തക്കാരും സാധാരണക്കാരുമായിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ മാനദണ്ഡം. അവൻ്റെ അടുക്കലേക്ക് വന്നവർക്കൊക്കെയും ദൈവികമായ അനുഗ്രഹങ്ങളെ അവൻ പകർന്നു കൊടുത്തു. ഒരുപക്ഷെ തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ലോകത്തിന് ഭോഷന്മാരായിരിക്കാം. കാരണം അവർ മീൻപിടുത്തക്കാരൊക്കെ ആയിരുന്നു. വലിയ പണ്ഡിതന്മാരോ ജ്ഞാനികളോ ഒന്നുമല്ല, സാധാരണക്കാരായ മനുഷ്യർ. വലിയ കുലമഹിമയൊന്നും ഉള്ളവരായിരുന്നില്ല. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അത് ഭോഷത്വമായി തോന്നാം. എന്നാൽ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷത്വമായതിനെ ദൈവം ശ്രേഷ്ഠമായി കാണുന്നതാണ് ദൈവത്തിൻ്റെ മാനദണ്ഡം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുതമ്പുരാൻ ഇപ്രകാരം കൽപ്പിച്ചു, അവൻ തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തപ്പെടുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ഇതാണ് ദൈവത്തിൻ്റെ മാനദണ്ഡം. പരിശുദ്ധ കന്യക മറിയാമിൻ്റെ പാട്ടിൽ ഇപ്രകാരം പറയുന്നു, അവൻ ബലവാന്മാരെ സിംഹാസനത്തിൽ മറിച്ചിട്ട് താണവരെ ഉയർത്തി, അവൻ വിശപ്പുള്ളവരെ നന്മ കൊണ്ട് സമ്പൂർണരാക്കി, ചെറിയവരെ ഉയർത്തിയ അനുഭവം. എന്നാൽ യഹോവയായ ദൈവം ഇപ്രകാരം പറയുകയാണ്, മനുഷ്യൻ പുറമേയുള്ളതാണ് നോക്കുന്നത്, എന്നാൽ ദൈവം അകമേയുള്ളതാണ് നോക്കുന്നത്. മനുഷ്യൻ്റെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനാണ് ദൈവം. ഹോശേയ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവീൻ. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ് ദൈവം. മനുഷ്യൻ ബലമേറിയത് തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്നു. മനുഷ്യൻ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ച് തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മാനദണ്ഡം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് കുലഹീനരെന്നും സമൂഹത്തിൽ ചുങ്കക്കാരെന്നും മീൻപിടുത്തക്കാരെന്നും ഒക്കെ വില കുറച്ച് കണ്ടിരുന്നവരായ മനുഷ്യരെ യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്. അവൻ രാജാക്കന്മാർ രാജകീയമായ രഥങ്ങൾ കുതിരകളിൽ യാത്ര ചെയ്യുമ്പോൾ യേശുതമ്പുരാൻ നിന്ദ്യമൃഗമായ കഴുതയെ തിരഞ്ഞെടുത്ത് കഴുതപ്പുറത്ത് വാഹനമേറി അവൻ യെരൂശലേം ദേവാലയത്തിലേക്ക് തൻ്റെ ഓശാന പെരുന്നാളിൽ യാത്ര ചെയ്തു. അപ്പോൾ ഇതെല്ലാം മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഭോഷത്വവും കുറവുള്ളതുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന് മനുഷ്യൻ കുറവുള്ളത് എന്ന് കണ്ട, അല്ലെങ്കിൽ മനുഷ്യൻ ബലഹീനമെന്ന് കണ്ടത് ദൈവം തിരഞ്ഞെടുത്ത് ആ ബലഹീനതയിൽ അവൻ തികവുള്ളവനായി അവൻ ക്രൂശോളം തന്നെ താഴ്ത്തി ലോകത്തിന് ജീവനെ പ്രദാനം ചെയ്ത് ലോകത്തിന് രക്ഷ
വീണ്ടെടുത്തതിലൂടെ. പ്രിയമുള്ളവരെ, തിരുവചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ അശക്തരായിരുന്നാലും, നിങ്ങൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ബലഹീനരാണെങ്കിലും, നിങ്ങൾ കുറവുള്ളവരാണെങ്കിലും, നിങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, അവനിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ക്രൂശിൽ കർത്താവിൽ പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ബലഹീനതയിൽ സകലതിനും തികവ് നൽകുന്നവനാകുന്നു, ശക്തി നൽകുന്നവനാകുന്നു ദൈവമായ കർത്താവ് എന്ന് തിരുവചനത്തിലൂടെ മശിഹാ തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം കുലഹീനവും നികൃഷ്ടവും നിസാരവുമായതിനെ തിരഞ്ഞെടുത്തത് മൂലം ഉള്ളതിനെ ഇല്ലാതാക്കി എന്ന് 28-ാമത്തെ വാക്യത്തിലൂടെ നാം കാണുന്നു. ക്രിസ്തീയ സഭാചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവരും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവരും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ സ്വയം മാഹാത്മ്യം കണ്ടെത്തിയവരുമായ പല ആളുകളും പിൽക്കാലത്ത് ക്രൂശിൽ പ്രാഗൽഭ്യം കണ്ടെത്തിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവർ, ആദിമ ചക്രവർത്തികൾ ഒക്കെയും പിന്നീട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ അനുയായികളായി തീർന്നു. പ്രിയമുള്ളവരെ, ലേഖനകർത്താവായ പരിശുദ്ധനായ പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി ഉപദ്രവിക്കുവാൻ റോമാ ചക്രവർത്തിയിൽ നിന്നും അധികാരപത്രം വാങ്ങിയവനുമാണ് ശൗൽ എന്ന പൗലോസ്. തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ദൈവം അവനെ വിളിച്ച് വേർതിരിച്ചത് മുതൽ ഇന്നലെ വരെയും അവന് ക്രൂശ് ഭോക്ഷത്വമായിരുന്നു എങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട പൗലോസിന് അത് ശക്തിയായി മാറി. അന്നു മുതൽ അവൻ ക്രിസ്തുവിനു വേണ്ടി തൻ്റെ ജീവനെ തന്നെ നൽകുവാൻ തക്കവണ്ണം അവനെ സമർപ്പിച്ചു. വിശുദ്ധനായ ഗീവർഗീസ് സഹദായും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ വിശ്വസ്ത സേനാധിപനായിട്ട് സൈനിക സേവനം നടത്തിയ ഗീവർഗീസ് സഹദായും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനും രാജകീയമായ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആ കൽപ്പന രാജാവിൻ്റെ മുമ്പിൽ നിഷ്കരണം ഉപേക്ഷിച്ച് തൻ്റെ രാജകീയമായ വസ്ത്രങ്ങളെ ഒഴിഞ്ഞുവെച്ച് അവൻ അവിടെ നിന്നും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാനും ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായി തീരുവാനും തക്കവണ്ണം ഇറങ്ങി പുറപ്പെട്ട് വിശുദ്ധനായി തീർന്ന മഹത് വ്യക്തിത്വമാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദ. അങ്ങനെ എത്രയെത്രയോ സഭാപിതാക്കന്മാരുടെ ജീവിതത്തെ നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ കാണുമ്പോൾ, ക്രിസ്തുവിനോടൊത്ത് ചേർന്ന് നമ്മൾ വസിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ രക്ഷയായി തീരും. അത് വിശ്വസിക്കുന്നവർക്ക് രക്ഷയായി തീരും. എന്നാൽ നശിച്ചു പോകുന്നവർക്കോ അത് ഭോഷത്വമാണ്. പരിശുദ്ധ പൗലോസ്ലീഹ ഈ അധ്യായത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവമുൻപാകെ സമർപ്പിക്കുവാൻ, താഴ്ത്തി ഏൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതി നമ്മളുടെ ജീവിതത്തിലും നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കും. ഈ ആത്മീയമായ ഒരു തിരിച്ചറിവിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം. വെറും നാമധേയ ക്രിസ്ത്യാനികളായി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകളായി അധപ്പതിച്ചു പോകുവാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം അത് സാക്ഷ്യമുള്ളതായി തീരണം. അത് ക്രിസ്തുവുമായി അനുരഞ്ജനപ്പെടുന്നതാകണം. ക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും ഉള്ളിൽ സ്വീകരിക്കുന്നവരാകണം. ക്രിസ്തുവുമായി
എപ്പോഴും ഒരുമിച്ച് വസിക്കുന്നവരാകണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ, ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ, നമ്മുടെ രൂപങ്ങളും നമ്മളുടെ ഭാവങ്ങളും നമ്മളുടെ ചിന്തകളും നമ്മളുടെ പ്രവൃത്തികളുമൊക്കെ വലിയ മാറ്റത്തിന് വിധേയമാകും. കൂട്ടിനുള്ളിലിരിക്കുന്ന ഒരു പ്യൂപ്പ അത് ചിറകുകൾ വെച്ച് അത് പറക്കുന്ന ഒരു ശലഭമായി തീരുന്നത് പോലെ, പ്രിയമുള്ളവരെ, നമ്മളുടേതായ സ്വാർത്ഥമായ കൂട്ടിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ, ആ കൂടിൽ ഒതുങ്ങിക്കൂടി നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ നമുക്കൊരിക്കലും പറന്ന ചിത്രശലഭമായി തീരുവാൻ സാധ്യമല്ല. എന്നാലോ ആ സ്വാർത്ഥതയാകുന്ന കൂട് നമ്മളുടെ ആത്മീയമായ ശക്തിയിലൂടെ, ദൈവവിശ്വാസത്തിലൂടെ, ക്രിസ്തീയമായ ആരാധനയിലൂടെ, ദൈവികമായ ബലത്തിലൂടെ ആ പുറംചട്ടകളെ കുടഞ്ഞെറിഞ്ഞ് അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് മനോഹരമായി ചിത്രശലഭമായിട്ട് പറക്കുവാനായിട്ട് സാധിക്കുന്നത്. ആയതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളുടെ ജീവിതം ഒരു കൂട്ടിനുള്ളിൽ സ്വന്തം സ്വാർത്ഥതകളിലും സ്വന്തം അഹംഭാവങ്ങളിലും സ്വന്തം പിണക്കങ്ങളിലും സ്വന്തം താല്പര്യങ്ങളിലും ഒതുങ്ങിക്കൂടി എങ്ങനെയെങ്കിലുമുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ളവരല്ല നമ്മൾ. പിന്നെയോ നിങ്ങളെ വിശുദ്ധരായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ സഭ വിശുദ്ധമാണ്. നിങ്ങളും വിശുദ്ധമായിരിക്കുന്നു. ആ വിശുദ്ധമായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ പരിശ്രമമുള്ളവരാകണം നിങ്ങൾ. ഏത് നിമിഷവും നിങ്ങളെ വീഴ്ത്തിക്കളയുവാൻ തക്കവണ്ണം ഒരലറുന്ന സിംഹം പോലെ പിശാച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഓട്ടം ശ്രദ്ധയോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ ഓടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദൈവികമായ സർവായുധ വർഗം നമ്മൾ ധരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു പിശാചിനും ലോകത്തിൻ്റെ ഒരു ചിന്തകൾക്കും ലോകത്തിൻ്റെ ഒരു ജ്ഞാനത്തിനും നമ്മളെ വീഴ്ത്തിക്കളയുവാനായിട്ട് ഇടയാകരുത്. നമ്മിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ ചെറിയവരാകണം. നിങ്ങൾ ശുശ്രൂഷിക്കപ്പെടുവാനല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് മനസ്സുണ്ടാകണം. കാരണം കർത്താവ് ഭൂമിയിൽ നിങ്ങൾ ഭോഷത്വമെന്ന് കരുതുന്നതിനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നിടത്തോളം കാലമാണ് നിങ്ങൾ എനിക്കും ചെയ്യുന്നത്. നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് കഴിയുവാൻ തക്കവണ്ണം, ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അവനെ എതിരേൽക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം, ആത്മീകമായ നൽവരങ്ങളിൽ തികവുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം, വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം, വിശ്വാസം അന്ത്യം വരെയും കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം, പ്രാർത്ഥനയോടും ദൈവികമായ സമർപ്പണത്തോടും കൂടെ ഓരോ നിമിഷങ്ങളിലും ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുവാൻ തക്ക നമുക്ക് സാധിക്കണം. തന്നെ ജീവിക്കുകയല്ല, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ സാധിക്കണം. ഞാനും എൻ്റെ ക്രിസ്തുവും തമ്മിലുള്ള സംസർഗം എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ, ഒരു നിമിഷം പോലും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരു ചുവട് പോലും അകന്നു പോകാതെ എപ്പോഴും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിരന്തരമായി അവനോടൊപ്പം ജീവിക്കുവാനും അവനിൽ ജീവിക്കുവാനും അവന് വേണ്ടി ജീവിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ജീവിതം ക്രിസ്തീയ സാക്ഷ്യമുള്ളതായി തീരും. അങ്ങനെയുള്ളവർക്കാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയെങ്കിൽ അവനെ മുഖതേജസ്സോടുകൂടി എതിരേൽക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ആത്മീയമായ ജീവിതയാത്ര, നമ്മളുടെ ഈ ഭൂമിയിലെ വാസം, ഇതൊക്കെയും ഇവിടെ കൊണ്ട് അവസാനിക്കാനുള്ളതല്ലല്ലോ. ഇതിനപ്പുറമായിട്ട് ഒരു സ്വർഗീയമായ ഒരു ഭാഗ്യം, നിത്യമായ ഒരു ജീവൻ, നിത്യമായ ഒരു ജീവിതം എൻ്റെ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവൻ വിശ്വസ്തനാണ്. തങ്ങളുടെ പിതാക്കന്മാരോട് വാക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചവനാണ്.
ഞാൻ പോകുന്നത് പോലെ വീണ്ടും വരും നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായി പോകുന്നു. ഞാൻ വീണ്ടും വരും. ആ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കി തീർക്കുവാൻ വലത്തുഭാഗത്തെ കുഞ്ഞാടുകളോട് കൂടെ ആ ദൈവികമായ ഭാഗ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം എപ്പോഴും ജാഗ്രതയോടുകൂടി ഉണർവുള്ളവരായി ദൈവമുൻപാകെ സമർപ്പണത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ക്രിസ്തുവിൽ ഒന്നായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.